അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഹാമ്പർ സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് വലിയ കുറേയൊന്നും ചെയ്യാനില്ല, ആകെ 2 ഉള്ളൂ. എന്നാലും ഒരു ലോങ് വീഡിയോ പോലെ എടുക്കാമെന്ന് കരുതി. കാരണം എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ചോക്ലേറ്റിൻ്റെ ടവറിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഹാമ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ടവറിൻ്റേത് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിന് മുന്നേ ഒരു തവണ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്ന് എൻ്റെ അനിയത്തിയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ഞാൻ ചെയ്യുമെങ്കിലും പക്ഷേ ഈ തെർമോക്കോൾ കട്ട് ചെയ്യുക ഒരേ അളവിന്, അതൊക്കെ എനിക്കെന്തോ മിസ്റ്റേക്ക് വരാറുണ്ട്. അവളാകുമ്പോൾ പിന്നെ എല്ലാം കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെ ആയിരിക്കും. അവളെന്തോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് അധികമാണ്. പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡമ്മി ടയർ കിട്ടുകയാണെങ്കിൽ, പക്ഷേ എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തെർമോക്കോൾ മേടിച്ചിട്ട് 3 മെഷർമെൻറ്റിൽ ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഈ ഡബിൾ സൈഡ് ട്രാൻസ്പെറൻറ്റ് ടേപ്പ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോക്ലേറ്റ്സ് ഇതുപോലെ ഒന്ന് നിരത്തി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വെച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് 4 ആ ഒരു കറക്റ്റ് പൊസിഷനിൽ എനിക്ക് കിട്ടുമെന്ന്. പിന്നെ കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഞാൻ എന്തായാലും ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. 3 തട്ടിലും കിറ്റ്കാറ്റാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു കിറ്റ്കാറ്റ് എനിക്കതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 ഷോപ്പിലാണ് കയറി ഇറങ്ങിയത്. പിന്നെ എനിക്കുണ്ടായിരുന്നത് ഒരു ട്രേ ഹാമ്പറും കൂടെയാണ്. അത് സാധാ നോർമൽ പോലെ ഗാലക്സിയുടെ മുട്ടായും പിന്നെ സാധാ നമ്മുടെ പാക്കറ്റ് മുട്ടായിയൊക്കെ വെച്ചിട്ടാണ് അതും നിറച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ എൻ്റെ ഹാമ്പർ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു കളർ കോമ്പിനേഷൻ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വട്ടം ആ ഒരു പരാതി മാറാൻ ഞാൻ റെഡ് ആൻഡ് വൈറ്റ് കോംബോയിലാണ് ഈ ഒരു ഹാമ്പർ ചെയ്യുന്നത് തന്നെ. എന്തായാലും നമ്മൾ പറഞ്ഞതൊന്ന് മാനിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ആ കളറാണ് ചൂസ് ചെയ്തത്. ഒരു ഹാമ്പറും എനിക്ക് വന്നത് എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ആദ്യമൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര എനർജി ആയിരിക്കും കേട്ടോ. പിന്നെ ചെയ്ത് വരുമ്പോഴത്തേനും നമ്മളും അങ്ങ് മടുക്കും. വീഡിയോ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.